ഹായ്, നമുക്ക് വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പച്ചക്കറിയാണല്ലേ വഴുതനങ്ങ. പുള്ളിക്കാരൻ്റെ ടേസ്റ്റ് അത്ര നന്നല്ലാത്ത കാരണം നമ്മൾ എപ്പോഴും അതിനെ ഒഴിവാക്കി നിർത്തുകയാണ് പതിവ്. പക്ഷെ ഞാനിപ്പോൾ പറയുന്ന പോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഈ കറി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കൂടാതെ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസിൻ്റെ ഇടയിൽ വഴുതനങ്ങയും ഒരാളായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് വഴുതനങ്ങ എല്ലാം നമ്മുടെ കയ്യിലുള്ളത്, ഞാനിപ്പോൾ ഒരു 2 വലിയ വഴുതനങ്ങയും 2 ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം ഇട്ട് വെച്ചേക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. ഞാനൊരു 2 വലിയ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ വഴറ്റിയെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുമ്പോഴത്തേക്കിനും കറിയിൽ കുറച്ച് ഇങ്ങനെ സവോള ഇങ്ങനെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അത് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി മതി നമുക്ക്. ഒരുപാട് ഇടണ്ട, കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് അല്ലാതെ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഈ കറിക്കകത്ത്. അപ്പോൾ നമുക്ക് ഒരു തക്കാളി മതി കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് അത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനൊരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനൊന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്യുക. 3 പച്ചമുളക്, പിന്നെ ഒരു 15 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ കടായിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും കടുക്, ഉലുവ, ചെറിയ ജീരകം, വറ്റൽ മുളക്, കറിവേപ്പില, ഇത്രയും സാധനം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോഴേക്ക് നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സവോള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് ഈ സമയത്ത്. ഒരുപാട് ഇടണ്ട, ഈ സവോള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പും ഇട്ടാൽ മതി ഇപ്പോൾ കേട്ടോ. അതിട്ട് കഴിഞ്ഞ് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ഉടഞ്ഞ് ഒന്ന് വെന്ത് അതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിയെന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടി. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം എരിവുണ്ടായിരിക്കും ഇതിന്. ഒരുപാടൊന്നും എരിവുള്ള മുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ട. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് കായപ്പൊടി. അപ്പോൾ കായപ്പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കായപ്പൊടി ഇതിൻ്റെ അകത്ത് ഇട്ട് മറ്റു പൊടികളുടെ കൂട്ടത്തിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഈ മിക്സ് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. നല്ല തിള വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന വഴുതനങ്ങ, അതായത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവുമായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന വഴുതനങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഇപ്പം നമ്മൾ ബാക്കിയുള്ള വെള്ളം ഒന്നും ഒഴിക്കാതെ ഈ ഇത്രയും കട്ടിയുള്ള ആ മിക്സിൻ്റെ അകത്ത് ഇട്ട് തന്നെ ആ വഴുതനങ്ങയെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ പുളിവെള്ളത്തിൻ്റെ അകത്ത് കിടന്ന് ഈ വഴുതനങ്ങ നന്നായിട്ട് പുളിവെള്ളവും മസാലയും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് അതിൻ്റെ അകത്ത് പിടിച്ച് നല്ല വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം, അതായത് നിങ്ങളുടെ ഈ വഴുതനങ്ങയുടെ ആ ഒരു അരപ്പ് എത്രത്തോളം ടൈറ്റായിരുന്നോ അതിനെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. അതിനുശേഷം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഈ ഇലകൾ രണ്ടും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെ ഇളക്കണ്ട, അങ്ങനെ തന്നെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം ചെറിയ തീയിൽ. അത് കഴിഞ്ഞ് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ടേസ്റ്റുള്ളൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ നല്ലൊരു കറിയാണ്. വഴുതനങ്ങ കൊണ്ട് ഇത്രയും ടേസ്റ്റുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഇടുക. ബൈ.